പോലീസിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം രംഗത്ത് വന്നു. പോലീസിന് വേണ്ടത് ആഭ്യന്തരമന്ത്രിയെ എന്ന തലക്കെട്ടോടെയാണ് സുപ്രഭാതം പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. പോലീസിലെ ഒരു വിഭാഗം സേനയുടെ ആത്മവീര്യം ഊറ്റിക്കളയുന്നുവെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനം. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പോലീസ് അക്കാദമിയിലെ ലൈംഗികാതിക്രമമാണെങ്കിലും ഡിവൈഎസ്പി ഗുണ്ടാബന്ധമാണെങ്കിലും നമ്മുടെ സഹപ്രവർത്തകനെ വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുത്ത സംഭവമാണെങ്കിലും അങ്ങനെ വ്യാപകമായി പോലീസ് പ്രതിക്കൂട്ടിലാകുന്ന നിരവധി സംഭവങ്ങൾ ഒരു തുടർച്ചയെന്നോണം ഉണ്ടായി വരുന്ന സാഹചര്യത്തിലാണ് സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയൽ വരുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഈ സമസ്ത CPM-മായി അടുക്കാൻ തുടങ്ങിയ വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമസ്തയുടെ ഇടപെടലുകൾ കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ചയിലുള്ളതാണ്. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം CPM-മായി സമസ്ത അടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ആദ്യ സർക്കാർ മുതൽ EMS സർക്കാർ മുതൽ പിണറായി സർക്കാർ വരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പോലീസിന്റെ അതിക്രമങ്ങൾ ഈ സർക്കാരുകളെ പഴികേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തുടരുന്നു എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഈ സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയൽ ഉള്ളത്. പോലീസ് സേനയുടെ ഈ ഒരു വീര്യത്തെ ഊറ്റിക്കളയാൻ ഈ സേനയിലെ തന്നെ ചില ന്യൂനപക്ഷങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന് സ്വതന്ത്രമായ ഒരു മന്ത്രിയെയാണ് വേണ്ടത് എന്നുള്ളൊരു അഭിപ്രായ പ്രകടനം കൂടി ഈ ഒരു എഡിറ്റോറിയലിൽ വ്യക്തമാക്കുന്നുണ്ട്. പലപ്പോഴും മുഖ്യമന്ത്രിക്ക് മറ്റ് ചുമതലകൾ വരുമ്പോൾ ഈ ആഭ്യന്തര വകുപ്പിനെ കൃത്യമായി പരിഗണിക്കാൻ കഴിയാത്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിനാലാണ് ഇത്തരത്തിൽ പോലീസ് സേനയുടെ ഒരു അതിക്രമം വലിയ രീതിയിൽ ഈ സംസ്ഥാനത്ത് നടന്നു വരുന്നത് എന്നുള്ളൊരു കുറ്റപ്പെടുത്തലാണ് ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലുണ്ടായ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന നടപടികളെ വിമർശിച്ചുകൊണ്ടാണ്, അത്തരത്തിലുള്ള നടപടികളെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ പോലീസ് സേനയ്ക്കകത്ത് വരുന്ന അവരുടെ പ്രശ്നങ്ങളെ കൂടി ഈ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും പോലീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് കൂടിയാണ് ഈ ഒരു ലേഖനത്തിലൂടെ സമസ്ത വ്യക്തമാക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് ഒരു മന്ത്രിയെ, ഒരു സ്വതന്ത്ര മന്ത്രിയെ വേണമെന്നുള്ളൊരു നിലപാട് കൂടി സമസ്ത ഈ ഒരു ലേഖനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.